ಸುಮಾರು 15 ವರ್ಷ ಮೊದಲು ನಾನೇ ನನ್ನ ಕೈಯಾರೆ ನೆಟ್ಟಂತಹ ಗಿಡಗಳು. ಆವಾಗ ಯಾವ ಉದ್ದೇಶ ಇಲ್ಲದೆ ನೆಟ್ಟಂಥದ್ದು ಇಂದು ಮಧೂರು ಶ್ರೀ ಮದನಂತೇಶ್ವರ ಸಿದ್ಧಿವಿನಾಯಕ ದೇವಸ್ಥಾನಕ್ಕೆ ಒದಗಿ ಬರ್ತದೆ ಎಂದು ತಿಳಿಯುವಾಗ ಭಾರಿ ಸಂತೋಷ ಆಗ್ತದೆ. ಮೂರನೇ ದಿನದ ಶ್ರಮದಾನ ಇವತ್ತು. ಈಗ ಮೊದಲನೇ ದಿನ ಸಾಧಾರಣ 17 ಜನ ಸ್ವಯಂ ಸೇವಕರು ಬಂದಿದ್ದಾರೆ. ನಿನ್ನೆ ನಮ್ಮ ನೆಟ್ಟಣಿಗೆ ಮಹಾಲಿಂಗೇಶ್ವರ ದೇವಸ್ಥಾನದ 10 ಜನ ಬಂದಿದ್ದಾರೆ. ನಮ್ಮ ಊರಿಂದ ಈ 2 ದಿನ ಬಂದು ಈ ಬಿದಿರುಗಳನ್ನು ಕಡಿದು 30 ಫೀಟಿನ ತುಂಡುಗಳನ್ನಾಗಿ ಮಾಡಿ ಎಲ್ಲ ಸಂಗ್ರಹಿಸಿಟ್ಟಿದ್ದರು. ಇವತ್ತು ಕಾಸರಗೋಡಿಂದ ಸ್ವಯಂ ಸೇವಕರು ಬಂದು ಅವುಗಳನ್ನು ಲಾರಿಯಲ್ಲಿ ಹಾಕಿ ತಗೊಂಡು ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. ಮತ್ತು ಟೋಟಲ್ ಸಾಧಾರಣ 80 ಬಿದಿರಿನ ಅಂದಾಜು ಕಡಿದಿದ್ದಾರೆ. ಇನ್ನೂ ನಮ್ಮಲ್ಲಿ ಸಾಧಾರಣ 100 ಬಿದಿರಿನ ಅಂದಾಜು ಇದೆ. ಇನ್ನೂ ಕೂಡ ಬೇಕಾದರೆ ಎಲ್ಲವೂ ಆ ಗಣಪತಿ ದೇವರಿಗೆ ಸಲ್ಲಬೇಕು ಅಂದರೆ ಎಲ್ಲವೂ ಕೊಡೋದಿದೆ. ಇದು ಸಾಧಾರಣ ಇದರ ಡಯಾಮೀಟ್ರು 6 ಇಂಚಿನಷ್ಟು. ಇದು ಜೈಂಟ್ ಬ್ಯಾಂಬು ಅಂತ ಹೇಳ್ತಾರೆ ಈ ವೆರೈಟಿ. 15 ವರ್ಷ ಬೆಳೆದಂತಹ ಬಿದಿರು. ಇದರ കണ്ണിലെ ಕೂಡ പദാർത്ഥക്കെല്ലാം ഭാരി ഉള്ളതാകുತ್ತದೆ. നമസ്കാരം, ഞാൻ ജഗദീഷ് ആചാര്യ കമ്പാർ. നമ്മൾ ഇപ്പോൾ ഉള്ളത് നെട്ടണികയിലെ കുളൂർ എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് വേണ്ടുന്ന മുളകൾ സംഗ്രഹിച്ചു കൊണ്ടുപോകുന്നതാണ്. പിന്നെ നമ്മുടെ മധൂർ കാളികാമഠത്തിൻ്റെ എല്ലാ ഭാരവാഹികളും ഇതിൽ സംഘടിച്ച് എല്ലാവരും ഒന്നിച്ചാണ് ഈ കരസേവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നാട്ടിലെ സ്വയം സേവകരും കൂടി എല്ലാവരും സംഗ്രഹിച്ചിട്ടാണ് ഈ മുളകൾ കൊണ്ടുപോകുന്നത്.
നമ്മളിപ്പോൾ ഉള്ളത് തിരുമലേശ്വർ ഭട്ട് ഇവരുടെ വീട്ടിലാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇവരെ തോട്ടത്തിൽ നിന്നാണ് നമ്മൾ മുളകൾ സംഗ്രഹിച്ചു മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിനുള്ള എല്ലാ മുളകളും സംഗ്രഹിച്ച് നമ്മൾ ഇപ്പോൾ എത്തിക്കുകയാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉച്ചഭക്ഷണം ചായയും എല്ലാം കൊടുത്ത് സഹകരിച്ചിരിക്കുന്നു. അവർക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.